കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം ആയിരുന്നു ഡിസ്കസ് ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2-3 പ്രോബ്ലംസും ആ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്, അതായത് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, അതിനു മുമ്പ് നമ്മൾ എന്തായിരുന്നു ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം പറഞ്ഞത്? അതായത് if L of f of t equal to f of s, then L of t raised to n f of t equal to -1 all raised to nth derivative of f of s. ഇതാണ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് L of t raised to n f of t equal to -1 all raised to n into nth derivative of f of s. അപ്പോൾ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് L of t square cos t. ദിസ് ഈസ് ഓഫ് ദി ഫോം L of t raised to n f of t. അതായത് ടി സ്ക്വയർ കോസ് ടി ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ടി raised to n f of t എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. അതായത് ഇവിടെ f of t എന്ന് പറയുന്നത് കോസ് ടി ആണ് അല്ലേ. ടി raised to n എന്ന് പറയുന്നത് 2 ആണ്. അപ്പം f of t എന്ന് പറയുന്നത് കോസ് ടി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിയർ f of t equal to കോസ് ടി, therefore f of s equal to L of f of t, that is equal to L of cos t. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് എ ടി എന്ന് പറഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഹിയർ എ ഈക്വൽ ടു 1, that is equal to L of cos t equal to s by s square plus 1 square, that is equal to s by s square plus 1 എന്ന് കിട്ടി. Then applying this equation, L of t raised to n f of t equal to -1 all raised to n into nth derivative of f of s. Therefore L of t square into cos t equal to -1 all n എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ -1 all square into second derivative of f of s, that is equal to -1 all square into d square by ds square of s by s square plus 1 എന്ന് കിട്ടി. ദെൻ എന്ത് ചെയ്യുക, ഇതിനെ അതായത് d സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ d ബൈ ഡി എസ് ഓഫ് d ബൈ ഡി എസ്, അതാണല്ലോ d സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് അതിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ -1 ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 തന്നെ. അപ്പം d ബൈ ഡി എസ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി. ദെൻ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യുക. അതായത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1നെ എസ്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. കോഷ്യൻ റൂൾ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നു, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ -1 ഓൾ സ്ക്വയർ, അതായത് 1 തന്നെ എഴുതാം, ജസ്റ്റ് അത് തന്നെ സ്റ്റെപ്പ് എഴുതുന്നേ ഉള്ളൂ. ദറ്റ് ഈസ് ഈക്വൽ ടു d ബൈ ഡി എസ് ഓഫ്, ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു എസ് 1 മൈനസ് ന്യൂമറേറ്റർ അതായത് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ 2s ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതായത് എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു -1 ഓൾ സ്ക്വയർ ഇൻറ്റു d ബൈ ഡി എസ് ഓഫ്, ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതുക. അപ്പം എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2s ഇൻറ്റു എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു d ബൈ ഡി എസ് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. d ബൈ ഡി എസ് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയറിനെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യുക. അവിടെയും നോക്കുക കോഷ്യൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇവിടെ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ, 1 ഇൻറ്റു ഡെറിവേറ്റീവ് 0 മൈനസ് എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് -2s മൈനസ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s divided by denominator square s square plus 1 all square, that is equal to, simplify ചെയ്യാം, s square plus 1 all square into -2s minus of 1 minus s square into 2 into 2 4s into s square plus 1 divided by s square plus 1 all raised to 4. ഇവിടെ രണ്ട് ടേമിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ അത് ഔട്ട് സൈഡിൽ എടുക്കുന്നു. എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇവിടുത്തെ ബാക്കിയുള്ളത് എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു -2s minus of 1 minus s square into 4s divided by s square plus 1 all raised to 4. Then s square plus 1 cancel ചെയ്തു. ബാക്കിയുള്ള ടേമിനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. അതായത് എസ് സ്ക്വയർ ഇൻറ്റു -2s ക്യൂബ് -2s -4s എസ് സ്ക്വയർ ഇൻറ്റു 4s ക്യൂബ്.
ദെൻ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ബാക്കി ടേം വരുന്നത് 2s³ മൈനസ് 6x ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 ഓൾ ക്യൂബ് എന്ന് കിട്ടും. ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് L of t² sin h2t. Again, this is of the form t raised to n into f of t. Here f of t equal to sin h2t. അപ്പോൾ എന്ത് ചെയ്യുക, തിയറി അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എഫ് ഓഫ് എസ് കാണാം. എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ h2at. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈൻ h(at) എന്ന് പറഞ്ഞാൽ എന്താണ്, a/s² മൈനസ് a² ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 2/s² മൈനസ് 2², ദാറ്റ് ഈസ് ഈക്വൽ ടു 2/s² മൈനസ് 4 എന്ന് കിട്ടി. വി ഹാവ് എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഈക്വൽ ടു -1 ഓൾ റേസ് ടു n ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ്. ഈ ഇക്വേഷൻ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ ഓഫ് t² നമുക്ക് കാണേണ്ടത് എൽ ഓഫ് t² സൈൻ h2at ആണ്. അപ്പോൾ എൽ ഓഫ് t² സൈൻ h2at ഈക്വൽ ടു -1, ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ -1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു -1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ്, ഇവിടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 2/s² മൈനസ് 4 ആണ്. അത് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പം ദെൻ -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. d²/ds² d/ds ഇൻറ്റു d/ds എന്ന് എഴുതാം. അപ്പം d/ds ഓഫ് 2/s² മൈനസ് 4. ആദ്യം ഇതിനെ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പം 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡിലെടുത്തു. അപ്പോൾ 2 ഇൻറ്റു d/ds ഓഫ്, ഇവിടെ ഇതിനെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ s² മൈനസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ, അതായത് 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പം ഡെറിവേറ്റീവ് 0 മൈനസ്, ഇവിടെ 2നെ ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞപ്പം ബാക്കിയുള്ളത് 1 ആണ് ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് s² മൈനസ് 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ s² മൈനസ് 4 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു d/ds ഓഫ് s², ഈ ടേം 0 ആയി, ബാക്കിയുള്ളത് -2s ആണ്, ഡിവൈഡഡ് ബൈ s² മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെയും -2 കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡിൽ എടുത്തത്. അപ്പോൾ 2 ഇൻറ്റു -2, ദാറ്റ് ഇസ് ഈക്വൽ ടു -4 ഇൻറ്റു d/ds ഓഫ് s/s² മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു -4 ഇൻറ്റു s² മൈനസ്, അതായത് ഇവിടെ എന്ത് ചെയ്യുക, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. a/b എന്ന് പറഞ്ഞ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. -4 ഇൻറ്റു ഡിനോമിനേറ്റർ, അതായത് s² മൈനസ് 4 ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് s, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ന്യൂമറേറ്റർ, അതായത് s ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് s² മൈനസ് 4 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു s² മൈനസ് 4 ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ s² മൈനസ് 4 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു s² മൈനസ് 4 ഹോൾ റേസ് ടു 4 എന്ന് കിട്ടുന്നു. ദെൻ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ s² മൈനസ് 4 കോമൺ ആണ്, അത് ഔട്ട് സൈഡിൽ എടുത്തു. അപ്പം s² മൈനസ് 4 ഔട്ട് സൈഡിൽ എടുക്കുകയാണെങ്കിൽ റിമൈനിങ് ടേം ഇവിടെ ഉള്ളത് എന്താണ്, s² മൈനസ് 4 മൈനസ്, ഇവിടെ ബാക്കിയുള്ളത് -2 ഇൻറ്റു -2s ഇൻറ്റു -2s, ദാറ്റ് ഇസ് ഈക്വൽ ടു -4s². ദെൻ s² മൈനസ് 4ഉം s² മൈനസ് 4ഉം ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് -4 ഇൻറ്റു s² മൈനസ് 4s², ദാറ്റ് ഇസ് ഈക്വൽ ടു -3s², ബാക്കി ഇവിടെ -4, അപ്പം -4 മൈനസ് 3s² എന്ന് കിട്ടി. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, -4 ഇൻറ്റു -4, ദാറ്റ് ഇസ് ഈക്വൽ ടു 16, -4 ഇൻറ്റു -3s², ദാറ്റ് ഇസ് ഈക്വൽ ടു 12s² ഡിവൈഡഡ് ബൈ s² മൈനസ് 4 ഹോൾ ക്യൂബ് എന്ന് കിട്ടുന്നു. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് L ഓഫ് t² cos h/t. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.